കുഞ്ഞേക്കാ ഈ വളയുടെ ഡിസൈൻ നോക്കിയത് കൊള്ളാല്ലേ? തലേണ മന്ത്രം പറഞ്ഞ് വർഷത്താക്കൂ. ചെറുക്കൻ കൈവിട്ട് പോവോ? ഓ എന്റെ കയ്യേ മതില് പിടിച്ചെന്ന് തോന്നണോ? എന്റെ കയ്യോ. ഓ മോനെ, എടാ റിയാനെ. ഓ എനിക്കെന്റെ മാമൻ തന്നതാണ് കല്യാണത്തിന്. നല്ലതല്ലേ? നമുക്ക് ഇന്നലെ രണ്ടൊന്നും ഉണ്ടാക്കിയാലോ? നല്ല രസമായിരുന്നല്ലേ? വിളിക്കണമെന്ന് തോന്നണല്ലോ. മതില് പിടിച്ചെന്ന് തോന്നണോ? കൈ നോക്കാൻ പറ്റില്ലടാ. നീ ഇവിടെ ഇവിടെ അവിടെ കൈ തടവും. തിരുക്കടാ നീ ടി വി ഒന്നിട്ടാണ് എനിക്കത് അമ്മ സീരിയൽ. അശോ അവിടെ ആ അമ്മായിയെ കൊല്ലൂടാ, കൊല്ലൂ. താടകേനെ എല്ലാ മരുമക്കളും അങ്ങനെ തന്നെടാ. കൊല്ലും കൊല്ലും. നീ നോക്കടാ, കണ്ടോ കണ്ടോ? ഓ അവിടെ ഒരു ദേഷ്യം. അവിടെ കുഴപ്പമുണ്ടാ, അവിടെ കൊല്ലും കൊല്ലും. എനിക്കാണ് ഉറക്കം പറഞ്ഞില്ലടാ. എന്താണ് അത്? 2-3 ദിവസം കൊണ്ട് കൈവേദന, കാലുവേദന, ഒരു പൊടിയില്ല. എന്താളേ അച്ചടാ, അവ ഉറങ്ങിപ്പോയല്ലോ. ഇനി എന്തിനീ മക്കള് പോയി കിടന്ന് ഉറങ്ങി? അവൻ ഈ സോഫയിൽ കിടന്നാലും ശീലം. ഓ മക്കൾ പോയി കിടന്ന് ഉറങ്ങിയാണ്. ശരി. ഓ ഇതെന്തോന്ന് കരിമ്പന്തോട്ട താനെ കയറിയതാ. എല്ലാം കൂടി വാരി വലിച്ചങ്ങ് ഇട്ടിട്ടുണ്ടല്ലോ. നിന്നെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ആയിരിക്കും പഠിപ്പിച്ച് വിട്ടിട്ടുള്ളത്. നല്ല പഠിപ്പിക്കലേ തന്നെ. എന്തിനാ തന്തകളെ പറഞ്ഞാൽ മതിയല്ല. സാധാരണ വീട്ടിലെ തള്ളമാരാണ് മക്കൾക്ക് അടുക്കും ചിട്ടയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. പിന്നെ എന്താണടി പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? ഓ രാവിലെ തന്നെ ചൊറിയാൻ തുടങ്ങല്ലേ ഉമ്മ. ഓ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപം. ഇവർക്കൊക്കെ പ്രാന്താ. എന്നെ കാണുമ്പോ മാത്രമല്ല നീ കുഴപ്പം. ഏത് സമയം താടകെ പോലെ ഉറങ്ങി തുള്ളിക്കൊണ്ട് നിൽക്കും. ചായ ഇതെന്തോന്നിത് പായസം? ഇത് ഇങ്ങനെയാണ് ചായ ഇടുന്നത്? എനിക്ക് ഡയബറ്റിക് ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കുഴി കൊണ്ട് വെക്കണം അവക്ക്. അതിനായിട്ട് അവള് ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്കാണ് എന്റെ ചായ. ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ താനെ അങ്ങോട്ട് ഇട്ട് കുടിച്ചാ പോരെ? അവിടെ തേയിലയും പഞ്ചസാരയും വെള്ളം ഒക്കെ ഉണ്ടല്ലോ. ബാക്കിയുള്ളവരെന്തിനു ബുദ്ധിമുട്ടിക്കണത്? സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. ഓ ആരുടെടുത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പട്ടാവും. ഉമ്മായി തന്നെ വിളിച്ച് പറയാം. ഹലോ ഉമ്മ, ഞാനാണ് കേട്ടാ. എനിക്ക് ഇവിടെ പറ്റൂല ഉമ്മ പിടിച്ചു നിൽക്കാൻ. എന്നെ ആണെങ്കിൽ ആ തള്ളക്ക് കണ്ണെടുത്താ കണ്ടൂടാ. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ഒച്ചേ നീ?
ഉമ്മ ഇനി എന്ത് പറഞ്ഞാലും ശരിയാണ്, എനിക്കിനി ഈ വീട്ടിൽ തുറന്നു പോകാൻ പറ്റൂല ഉമ്മ. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്. എന്താണ് അത്, എന്നോടെന്താ ശത്രുവിനെ പോലെയാണ് അവര് പെരുമാറുന്നത്. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും മോളെ. എന്റെ തോന്നലൊന്നും അല്ല ഉമ്മ. ചായ കൊണ്ടുകൊടുത്താ കുറ്റം. രാവിലെ വെറുതെ ബെഡ്റൂമിൽ കയറി വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് പ്രശ്നം, പിന്നെ തൂത്താ പ്രശ്നം, തുടച്ചാ പ്രശ്നം, എല്ലാത്തിനും അവർക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഞാൻ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ വരെ ഞാൻ അവര് പട്ടി ഞാൻ പൂച്ചയായിരുന്നെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ശത്രുതയാണ്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. നീ വിട്ടുകൊടുക്കരുത്. നിന്റെ അടുത്ത് വല്ല തോന്നിയാസത്തിന് വന്ന് തിരിച്ച് നല്ലോണം കൊടുത്തു തന്നെ തിരിച്ചാണ് 3-4 മറുപടി പറയും. ഞാൻ മറുപടിയൊക്കെ പറയും. മറുപടി പറയാതെ ഒന്നും അല്ല ഇരിക്കണം. പറയണേന് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ തലയ്ക്ക് നിന്റെ ചൊറിയാൻ വന്നിട്ടല്ലേ നീ മറുപടി കൊടുക്കണത്. ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചേ പറ്റുള്ളൂ. ഒക്കെ വരണം തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഒന്നുമില്ല. അത് നിങ്ങൾ ഉമ്മാനായിട്ട് പോയി ചെയ്യും. നിങ്ങൾക്ക് കുടിക്കാൻ വല്ല വേണ്ടേ? ഞാൻ എടുത്തോണ്ട് വരാം. പണ്ടാരം ഇതിനെ രണ്ടിനെയും കൊണ്ട് തോറ്റില്ല. പേരാണെന്ന് അറിയാനും വയ്യ രണ്ടും തമ്മിൽ. അവിടെ ചോദിക്കുമ്പോ ഇവിടെ ചോദിക്കും, ഇവിടെ ചോദിക്കുമ്പോ അവിടെ ചോദിക്കും. എന്തായിരുന്നെങ്കിലും പറഞ്ഞെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ട്. പണ്ടാരം അങ്ങനെ മനുഷ്യന്റെ ഭ്രാന്ത്. തിന്നു വയറ് നിറച്ചു തിന്നു. മനുഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ് നല്ലതാണ്. നിനക്കൊക്കെ പോകുന്നത് കൊച്ചിത്തായ. ഹലോ, ആ കൊച്ചിത്താ. ഓ ഞാൻ തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എന്തൊരു വിശേഷം. ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞ് കറങ്ങാൻ പോക്ക് തുടങ്ങിയല്ലോ. ഇന്ന് രാവിലെ കെട്ടിയൊരുങ്ങി രണ്ടും കൂടി പോയിട്ടുണ്ട്. ഇതുവരെയും കണ്ടില്ല. നേരം 3 മണിയാവണം. എവിടെ പോയി കിടക്കണാ? എനിക്ക് പിന്നെ അറിഞ്ഞൂടെ. ഞാനങ്ങനെ വിട്ടുകൊടുക്കാനുമില്ല. എനിക്ക് ആകെ ഒരേ ആന്തരിയല്ലേ ഉള്ളൂ. അല്ലാ, അവനെ എങ്ങനെയെങ്കിലും എന്നോടൊപ്പം അടുപ്പിച്ച് നിർത്താനല്ലേ എനിക്ക് നോക്കാൻ പറ്റും. പെണ്ണൊരു കാന്താരിയാണടി. പിന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ട് തവള് തിരിച്ചു പറയും. അങ്ങനത്തെ ഒരു മുതൽ. എങ്ങനെ ഒത്ത് പോവോ എന്തോ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ കൊച്ചിനെയും കൊണ്ട് അവള് പൊക്കളയണോ എന്തോ. എനിക്ക് ആകെ ഉള്ളൊരു കൊച്ചല്ലേ. പിന്നെ ചോറൊക്കെ കഴിച്ചായിരുന്നാ? ഓ ഞാനും കഴിച്ചു. നല്ല ചൂര മീൻ ഉണ്ടായിരുന്നു. ഓ ഇന്ന് രാവിലെ മറ്റേ കാതർക്ക ചൂര കൊണ്ടുവന്നു. പിന്നെ അല്ല പച്ച ചൂര അങ്ങോട്ട് വറുത്തരച്ച് കറിയൊക്കെ വെച്ച് ഞാനും മൂപ്പിലാനും ഒക്കെ ചോറൊക്കെ കഴിച്ചു. പിള്ളേരെ കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോ കൊച്ചിത്തായ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഓ പിന്നെ അവിടെ ചോറ് തിന്നണല്ലോ. 3 മണിയായിട്ടാ. സമയത്തെ കാലത്തൊന്നും ഒന്നും കഴിക്കണ്ട. ഓ ശരി. ഞാൻ ഫോണ് വെക്കണം. വരണുണ്ടെന്ന് തോന്നണം. ശരി. രാവിലെ ഒരുങ്ങി ചമഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോയതാണവൻ. പണ്ടവൻ ഇറങ്ങി പോയൊരു 150 വിളി എന്നെ വിളിക്കും. അപ്പൊ അവനെന്നെ വിളിക്കണമെന്ന് വല്ല ചിന്ത ഉണ്ടാ? ഈ തള്ളെങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിലും നിനക്ക് ചിന്ത ഉണ്ടാ മോനെ? വാ ഞാൻ ചോറെടുക്കാം. അല്ലമ്മ ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. കൊള്ളാം. ഇവിടെ ഒരുത്തി തിന്നാതെ ഇങ്ങനെ കാത്തിരിക്കാന്ന് നിനക്ക് അറിഞ്ഞൂടേടാ. അവനെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം. കൂടെ ഒരു സാധനം ഇപ്പൊ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പത്തി പറഞ്ഞ പെണ്ണുങ്ങളാരും ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല. എല്ലാം നിങ്ങളെ തോന്നലാണമ്മ. ചുമ്മാ ഹലോ ദൈവം പറഞ്ഞ കേട്ടില്ലേ പറ്റൂനെ. എന്റെ കൊച്ചു ആളുകള് കൈവശം കൊടുത്ത് കഴിഞ്ഞു. എന്റെ കൊച്ചിനെ കൂടി ചീറ്റാക്കാൻ വേണ്ടി ഓരോരുത്തികള് ഇറങ്ങിയിട്ടുണ്ട് കച്ചയും കെട്ടി. ഞാൻ എന്തായാലും ആരെയും ചീത്തയാക്കണില്ല. നീ കണ്ട അവിടെ ഒരു അഹങ്കാരം. വരെയമ്മ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. ചോദിച്ചു എനിക്കിവിടെ തിരി കഴിയുമ്പോ
ഓ അല്ലെങ്കിൽ ഉമ്മാക്കറിയാം മക്കളെ, ഉമ്മാരെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറ് ഇട്ടാതെ എന്റെ കൊച്ചിന്റെ വയറ് വീക്കൂല. വാ മക്കളെ, നമുക്ക് ചോറ് ഇടാം. വാ. ആ നീ ഉടനെ പ്രസവിച്ചു. എന്റെ വയറൊക്കെ വീട്ടിരിക്കുന്നു. ഒരുപാട് മക്കളുണ്ടാവും. കൊച്ചിന് പിന്നെ ചില്ലറ അഹങ്കാരമാണ്. നിങ്ങൾ കാണണില്ലേ? ഇതിനെയൊന്നും അങ്ങനെ ആയിട്ട് വളർത്താൻ കൊള്ളൂലാന്ന്. ഒരു മുന്നേ നിന്നാലേ അവളന്മാരൊക്കെ മര്യാദ പഠിക്കൂ. കൊച്ചു പിള്ളേർ അവരൊക്കെ പഠിച്ചു പറഞ്ഞേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നീ ഇങ്ങനെ പൊള്ളിച്ചാൽ കൊച്ചു മക്കള് കുറച്ച് കഴിയുമ്പോ എന്നെ കൊച്ചു മോനെ കൊണ്ടൊക്കെ പോകും. അപ്പൊ നിങ്ങൾക്ക് സമാധാനാവോ? തലയുടെ മനുഷ്യത്തിന്റെ ശക്തി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആകെ ഒരു കൊച്ചേ ഉള്ളു, തോനെയൊന്നും ഇല്ല. അവളെ കണ്ടാ അറിയാം, അവളെ എന്റെ കൊച്ചിനെ കൊണ്ട് പോകും. അല്ലെങ്കിൽ ഇപ്പൊ പഴയ സ്നേഹമൊന്നും ഇല്ല ചെറുക്കൻ എന്റെ അടുത്ത്. കണ്ട് ഉമ്മ ഉമ്മാന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ ഉമ്മ, അല്ലെങ്കിൽ ഇല്ല. ആ അവസ്ഥയെ നിങ്ങളെ കാണണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മരുമോളെ കയ്യിലേ നിൽക്കുമോ? നമ്മളെ വണ്ടേ കണ്ടുകൂടല്ലോ. നീ പോവല്ലേ? മോനെ എന്തരാ അവിടെ ഇരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടാ എന്തരാണ് ഇവിടെ പ്രശ്നം? ഉമ്മായും നിന്റെ പെണ്ണും കൂടെ എന്തരാ ഇവിടെ? എപ്പോഴും നോക്കിയാലും ഇല്ല അടുക്കളയിലെ പാത്രങ്ങൾ തമ്മിൽ അടിക്കുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പാണ്. എന്തരാണിത്? എനിക്കറിയത്തില്ല. ഇത് രണ്ടും കൂടെ തമ്മിൽ കാണുമ്പോ ടി വി മാമിയാണ് കിടന്ന് കാണാം. അവളാണെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോ ഉടനെ വിളിച്ച് അഞ്ചത അവിടെ മാമിയത്ത് വിളിച്ച് പറയും. ഞാൻ അവര് പിന്നെ ആന്ന് പറയുമ്പോ ഊന്നാകുന്ന സ്വഭാവമായതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു ഊതി പെരുകി വല്ല ഇറക്കി അറിയും. എന്തരിയാവുമെന്ന് എനിക്കറിയാം. നിന്റെ ഇടയ്ക്കൊന്ന് ഭ്രാന്ത് പിടിക്കുവാ. അവളടുത്ത് ഞാൻ സംസാരിച്ച് അവളെ സ്വഭാവം നിനക്കറിയാല്ലേ. നിന്റെ തള്ളയാണ് തറ പറഞ്ഞാല് അവള് വിളിച്ചപ്പോ കൊമ്പിന് 4 അല്ല മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞവളാണ്. അത് അവളെ രീതി. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ മോളെടുത്ത് സംസാരിച്ചു നോക്കാൻ. ഞാൻ അവളെ പറഞ്ഞിട്ട് കാര്യം ഞാൻ വിളിക്കാം. മോളവിടെ നിന്നൊരു കാര്യം പറഞ്ഞു. മോളും ഉമ്മായും കൂടെ എന്തൊരു പ്രശ്നമാണ്? എന്താണെന്ന് അറിഞ്ഞൂടാ പാപ്പ. ഞാൻ വന്ന അന്നോടെ ഉമ്മക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. എപ്പോഴും എന്റെ അടുത്ത് ദേഷ്യപ്പെടും. അന്ന് അറിഞ്ഞൂടാപ്പാ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മോളിക്ക് അതേപോലെ ചെയ്യണം. മോള് കാര്യം അവർക്ക് സംഭവം പേടിയാണ്. ഒരു മോനല്ലേ ഉള്ളു. അത് ഇങ്ങോട്ടായി പോകും, അവളടുത്ത് സ്നേഹം കുറഞ്ഞു പോകും എന്നൊക്കെയുള്ള തോന്നലുകളാണ് അവർക്ക്. അവളൊന്ന് മനസ്സിലാക്കിയാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നീ അതിനിപ്പോ അവള് പറയുന്നത് കേട്ട് വിഷമിക്കാനൊന്നും നിൽക്കണ്ട. അവളങ്ങനെയാണ്, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അത് എന്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുമ്പോഴാണ് ഞാനും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണത്. അത് നിനക്ക് പരിചയമില്ലാത്തതാണ്. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. അവളങ്ങനെയല്ല. ഞാൻ ഇത്ര ആളുണ്ട്, ഞാൻ എന്റെ കൂടെ അല്ലേ, എനിക്കറിയാവുന്നതല്ലേ അവളെ സ്വഭാവം. മോളെ ഒരു കാര്യം, നമ്മളെ വീട്ടിലെ കാര്യങ്ങള് മോളെ വീട്ടിൽ വിളിച്ച് പറയാൻ നിൽക്കണ്ട. അവര് ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറയണ കേൾക്കുമ്പോഴത്തേക്ക് അവരത് വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അവരത് തെറ്റിദ്ധരിച്ച് നമുക്കുള്ള ഒരു വേറെ രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് മോളെ അതൊന്നും അവിടെ വിളിച്ച് പറയണ്ട. അപ്പൊ മോളെ വിഷമങ്ങള് ഉള്ളെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളിച്ച് വീട്ടിൽ ഉമ്മ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. ഇക്കായുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് ഒക്കെ പോയി കേട്ടാ. ഓ ശരി, ഓക്കെ. എനിക്ക് എത്ര പറഞ്ഞാലും കേക്കൂല. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ചേ. വീട് രാവിലെ അടുത്ത ചിട്ടയോടെ കൂടി ഇടണോന്ന് പറഞ്ഞ കേക്കൂല. ഇത് എന്തോന്ന് എല്ലാം കൂടി മാറി വിളിച്ചിട്ടേക്കുന്നത്. സോറി ഉമ്മ,
ഇക്കായനെ ഏതോ ഒരു റെഡ് ഷർട്ട് കാണാനില്ല എന്നും പറഞ്ഞ് രാവിലെ ഇട്ട് തപ്പലോട് തപ്പലാണ്. എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് പോയതാണ്. ഞാൻ എന്തായാലും മടക്കി വെക്കാം അമ്മ. ശരി ശരി, എല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ട് അങ്ങോട്ട് വാ. പഞ്ചസാര എത്രയാണെന്ന് അറിഞ്ഞിട്ടല്ല ചോദിക്കാം. പഞ്ചസാര എത്ര ഇടണം? എനിക്ക് പഞ്ചാരയൊന്നും വേണ്ട. അവർക്ക് എന്തായാലും ഒരു 2 ടീസ്പൂൺ വീതം അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഒരു ടീസ്പൂൺ ഒരാൾക്ക്, അങ്ങനത്തെ രീതിയിൽ അങ്ങ് ഇട്ടാൽ മതി കേട്ടാ. മതി. അപ്പൊ ആദ്യം പഞ്ചസാര ഇടാതെ എടുത്തിട്ട് ഉമ്മാക്കുള്ള മാറ്റി വെച്ചിട്ട് അവർക്കുള്ള പഞ്ചസാര ഇടാം. ശരി അല്ലമ്മ. എന്താ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ദോശയാണോ ഇഡ്ഡലിയാണോ? മാവ് 2 ഭാഗത്തിനായിട്ടാണ് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് ഉണ്ടാക്കും. ശരി. രണ്ടും പോയിട്ട് കണ്ടില്ലല്ല. വരണുണ്ട്. രണ്ടും കൂടി അങ്ങ് ഇറങ്ങിയാ പിന്നെ പോയെടുത്ത് പുല്ല് പോലും കുരുക്കൂലെന്ന് ഭക്ഷണവര് പറയും പോലെ അങ്ങ് പൊയ്ക്കണം. പിന്നെ വീടുണ്ടെന്നുള്ളൊരു ചിന്തയെ വേണ്ട. പുറത്തുനിന്ന് കഴിച്ചു കാണുമല്ലോ നിങ്ങൾ. നീ ചോറൊന്നും വിളമ്പേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ സ്ഥിരം പരിപാടി. നമ്മളെ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. ഉമ്മാക്ക് കുഴിമന്തി ഇഷ്ടമാണെന്ന് ഇക്ക പറയണ കേട്ട്. അങ്ങനെ അങ്ങ് കുറച്ച് പായസലൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടില് വന്നു. നമുക്ക് പോയി കഴിക്കാം. പായസലോ? എനിക്കോ? കുഴിമന്തിയോ? അല്ലേലും അവൻ അങ്ങനെയാണ്. അവൻ എന്റെ മോനല്ലേ. അവന് എനിക്ക് കുഴിമന്തി ഇഷ്ടമാണെന്ന് നല്ലോണം അറിയ. വാ മോളെ, അമ്മക്ക് കുഴിമന്തി. നിങ്ങൾ കഴിച്ചില്ലല്ലേ? വരി എന്നാ ഉമ്മാക്കും മക്കൾക്കും എല്ലാവർക്കും കൂടി ഇരുന്ന് കുഴിമന്തി ഇപ്പൊ നമ്മളെയൊന്നും വേണ്ട. ഉമ്മായി മാമിയും മരവോടും കൂടെ ഭയങ്കരமான സ്നേഹം. നമ്മളൊക്കെ പുറത്തായി. ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഊതിപ്പെരിക്ക് വലുതാക്കാൻ നിന്നാൽ അവസാനം കുടുംബങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയതിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പെരുക്കി വലുതാക്കാതെ ഒരുമിച്ച് നിന്ന് ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളാക്കി കളിച്ചു ചിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള കുടുംബത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഏതൊരു കുടുംബത്തിലുള്ളൂ.